ലതാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പീനട്ട് ബട്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പീനട്ട് ബട്ടർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1/4 കിലോ നിലക്കടല എടുത്തിട്ടുണ്ട്. വറക്കാത്ത നിലക്കടലയാണ്. 1/4 കിലോ എന്ന് പറഞ്ഞാൽ ഇതിനൊരു 2 കപ്പുണ്ട്. ഇനി അത് നമുക്ക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. ഈ നിലക്കടല നമുക്ക് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഹാർട്ടിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതായത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ പൊട്ടിത്തെറിക്കണമൊക്കെ ഉണ്ട്. ഇനി ഞാൻ അത് ഒരു തുണിയിലേക്കാണ് ഇടുന്നത്. നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എളുപ്പത്തിൽ കളയാൻ വേണ്ടിയിട്ട് തുണിയുടെ ഉള്ളിൽ ആക്കിയിട്ട് ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. ഇപ്പോഴിതാ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ആദ്യം കുറച്ച് സമയം ഒന്ന് അടിച്ചതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ അത് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുറച്ചുകൂടി അടിച്ചതിന് ശേഷം നമുക്കൊരു നുള്ള് വളരെ കുറച്ച് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഞാനൊന്ന് അരച്ച് എടുക്കുകയാണ്. അപ്പോൾ അതവിടെ ഇപ്പം വളരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഓയിലും ഒന്നും ചേർത്തിട്ടില്ല. വെറും നിലക്കടലയുടെ ഓയിലിൽ നിന്ന് വന്നിട്ടുള്ളത് തന്നെയാണിത്. അപ്പോൾ ഇത് വളരെ നല്ലതാണ്. ഈ മറ്റേ ബട്ടർ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ബ്രെഡിനും ചപ്പാത്തിക്ക് കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ വല്ല കുക്കീസും ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ ഇത് ഉപയോഗിക്കാം. ഞാനതൊരു കുപ്പിയുടെ ജാറിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതാ കണ്ടോ, ഇത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞില്ല. അപ്പം ഞാൻ ഏതായാലും ബ്രെഡ് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി അതിൽ ആക്കിയെന്നേ ഉള്ളൂ. ബ്രെഡിൻ്റെ കുട്ടികൾക്ക് ഇതുപോലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ഒക്കെ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോഴിത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ചിലവും വേറെ ഇല്ലാതെ വെറും നിലക്കടല മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.